നമസ്കാരം. കഴിഞ്ഞ മണിക്കൂറുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയുണ്ട് അല്ലേ? സംസ്ഥാനത്തും 4 വർഷം ഇന്റഗ്രേറ്റഡ് ബി.എഡിന് ശുപാർശ. ഇതെന്തോ പുതിയൊരു വാർത്തയായിട്ടാണ് എല്ലാവരും ഇതിനെക്കുറിച്ച് കാണുന്നതും പലരും പല ഡൗട്ട്സും കൺഫ്യൂഷൻസും ഒക്കെ ആയിട്ട് നമ്മളൊക്കെ വിളിക്കുന്നുണ്ട്. ഇതിനകത്ത് വലിയ അത്ഭുതമൊന്നുമില്ല. ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന വീഡിയോ ഇതിനു മുമ്പ് ഈ ചാനലിൽ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അപ്ഡേഷൻസും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. +2 ശേഷം ഇപ്പോഴത്തന്നെ 4 വർഷം ഇന്റഗ്രേറ്റഡ് ബി.എഡ് പഠിക്കാനുള്ള അവസരം നമ്മുടെ NIT കാലിക്കറ്റിലും അതുപോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി കാസർഗോഡും ഉണ്ട്. അതിന് നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റ് എഴുതിയാൽ മതി തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഈ ചാനൽ വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ ഐറ്റപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ്. ഇന്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഇത് കേരളത്തിൽ നടപ്പിലാക്കാനുള്ള ശുപാർശ മന്ത്രിതലത്തിൽ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ വകുപ്പ് തലത്തിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് ഇതിനകത്ത് പുതുമയാർന്നിട്ടുള്ള ഒരു വാർത്ത. അപ്പൊ എന്താണ് ഈ കാര്യങ്ങൾ എന്നുള്ളത് വിശദമായിട്ട് ഈ വീഡിയോയിലൂടെ പറയാനായിട്ടാണ് ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക. കൂടുതൽ വിശദീകരിച്ചുകൊണ്ട് നമുക്ക് ലൈവ് സെഷൻസോ അല്ലെങ്കിൽ കൂടുതൽ നിങ്ങളുടെ ഡൗട്ട്സ് മാത്രം വെച്ചുകൊണ്ടുള്ള എക്സ്പ്ലനേഷൻ വീഡിയോ ഒക്കെ ചെയ്യാവുന്നതാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഇന്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു കാര്യം 2030 കംപ്ലീറ്റ് ആയിട്ട് ഇന്ത്യയിൽ നടപ്പിലാക്കും. അതിൽ നിന്ന് കേരളത്തിന് പ്രത്യേകമായിട്ട് മാറി നിൽക്കാനൊന്നും പറ്റില്ല. നമുക്കറിയാം NCT നാഷണൽ കൗൺസിൽ ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ ഇത് നേരത്തെ തന്നെ നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ 2030 ആകുമ്പോഴാണ് പൂർണ്ണമായിട്ടും ഇത് നടപ്പിലാക്കുക. പക്ഷെ ഇപ്പൊ തന്നെ അത് ആരംഭിച്ച് തുടങ്ങിയാൽ മാത്രമാണ് ഇപ്പോഴുള്ള TTC കോഴ്സുകൾ വരും വർഷങ്ങളിൽ നിർത്തിക്കളയും, അല്ലെങ്കിൽ DED കോഴ്സ് നിർത്തിക്കളയും. പിന്നീട് 2030 ശേഷം B.Ed എന്ന് പറയുന്നത് ഒരുപക്ഷെ കംപ്ലീറ്റ് ആയിട്ട് നിർത്തും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇത് പറഞ്ഞിരിക്കുന്നത്. നിലവിൽ ഈ പറയുന്ന ഇന്റഗ്രേറ്റഡ് B.Ed ആരംഭിക്കുന്ന ഒപ്പം തന്നെ 2 വർഷ B.Ed 2 ഇയർ B.Edഉം 2030 വരെ ഉണ്ടാകും എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ടുകൾ വരുന്നത്, അല്ലെങ്കിൽ പഠനം നടക്കുന്നത്. കാരണം ഇപ്പോൾ PG ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക്, ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് B.Ed എടുക്കാനുള്ള ഒരു അവസരം കൂടി കൊടുക്കണമല്ലോ. അതുകൊണ്ട് അങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് വലിയ അത്ഭുതമൊന്നുമില്ല. 4 ഇയർ ഇന്റഗ്രേറ്റഡ് B.Ed അല്ലെങ്കിൽ B.Edന് 4 വർഷം എന്നുള്ള ടൈറ്റിൽ പല ഓൺലൈൻ മീഡിയാസിലൊക്കെ ഞാൻ കണ്ടു. പക്ഷെ അങ്ങനെ അല്ല, നിങ്ങൾ അത് കണ്ട് തെറ്റിദ്ധരിക്കരുത്. ഡിഗ്രിക്കൊപ്പം B.Ed പഠിക്കാനുള്ള അവസരം അങ്ങനെയാണ് 4 വർഷം. അതായത് +2 ശേഷം നിങ്ങൾക്ക് ഒന്നുകിൽ BA B.Ed അല്ലെങ്കിൽ BCom B.Ed അല്ലെങ്കിൽ BSc B.Ed എന്നുള്ള രീതിയിൽ എടുക്കാനുള്ള അവസരമാണ് ഐറ്റപ്പ് ഇന്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിലൂടെ ലഭ്യമാകുന്നത്. ഇത് കേരളത്തിലും വരികയാണ്. 4 വർഷം ഡിഗ്രി ഓൾറെഡി ആക്കിയതാണ് എന്ന് നിങ്ങൾക്കറിയാം. അവിടെ തന്നെ ഒരു സയൻസ് സബ്ജക്റ്റുകൾക്കൊപ്പം അല്ലെങ്കിൽ ആർട്സ് സബ്ജക്റ്റുകൾക്കൊപ്പം അല്ലെങ്കിൽ കൊമേഴ്സ് സബ്ജക്റ്റിനൊപ്പം നിങ്ങൾക്ക് B.Ed കൂടി ചെയ്തു പോകാം. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ സബ്ജക്റ്റുകൾക്കൊപ്പം തന്നെ B.Edന്റെ സൈക്കോളജിയും പെഡഗോഗിയൊക്കെ ഒരു പേപ്പറായിട്ട് അവിടെ പഠിക്കാനുണ്ടാവും. ദെൻ ഇടയ്ക്ക് വെച്ച് ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ 3-ാം വർഷം ഡിഗ്രി മാത്രം നേടിയിട്ട് പുറത്തേക്ക് വരാം. 4-ാം വർഷം B.Ed കംപ്ലീറ്റ് ചെയ്യണമെന്നില്ല എന്നുള്ള രീതിയിലുള്ള ഓപ്ഷൻസ് ഒക്കെ ഇതിനകത്ത് കിട്ടും എന്നുള്ളതാണ് നമുക്ക് ഈ റിപ്പോർട്ടുകൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ഇവിടെ BA B.Ed എന്ന് പറയുന്നതിനകത്ത് നമുക്കറിയാം ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, പൊളിറ്റിക്സ്, ക്ലാസിക്കൽ ലാംഗ്വേജ് ആൻഡ് അതർ ലാംഗ്വേജ്, ഇത്രയും വിഷയങ്ങളാണ് BA B.Edന്റെ ഭാഗമായിട്ട് എടുക്കാനായിട്ട് പറ്റുക. BSc B.Edൽ സാധാരണ ഉള്ളതുപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, സുവോളജി, ബോട്ടണി, മാത്സ് പോലുള്ള വിഷയങ്ങളും അതിന്റെ B.Ed കൂടി ചേർത്തുകൊണ്ടാണ് BSc B.Ed വരുന്നത്. BCom B.Ed എന്ന് പറയുന്നത് കൊമേഴ്സും B.Edഉം ചേർന്നുകൊണ്ട് പഠിക്കാനുള്ള അവസരമാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ നിങ്ങൾ NIT കാലിക്കറ്റിലും അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും പോയി കഴിഞ്ഞാൽ NITയിൽ BSc B.Ed പഠിക്കാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ചെന്ന് കഴിഞ്ഞാൽ BSc BA B.Ed അതുപോലെ BCom B.Edനൊക്കെയുള്ള പല കൂടുതൽ കോഴ്സുകൾ അവിടെ ലഭ്യമാണ് എന്നും കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്കറിയാം, ഇതിൻ്റെ അകത്ത് നിങ്ങൾ വാർത്തകൾ വായിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴും അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് DED ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ട് അതെല്ലാം ഈ പറയുന്ന ഒരു കോഴ്സിലേക്ക്, ഈ 4 ഇയർ ഇന്റഗ്രേറ്റഡ് B.Edലേക്ക് അല്ലെങ്കിൽ ഐറ്റപ്പ് എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിലേക്ക് വരും എന്നുള്ളതാണ്. ഇന്ത്യയിലെ പല യൂണിവേഴ്സിറ്റികളും ഇതിനുള്ള എന്താ പറയുക, അവരുടെ കരിക്കുലവും അതിനുള്ള സിലബസും ഒക്കെ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. പല യൂണിവേഴ്സിറ്റികളും പരിശോധന കാണാൻ പറ്റും, അവരുടെ സൈറ്റിലൊക്കെ അത് അവൈലബിൾ ആണ്. അതുപോലെ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളും ഇതിനു വേണ്ടിയിട്ടൊരു കരിക്കുലം ക്രിയേറ്റ് ചെയ്യും മുമ്പോട്ട്. അതിനുള്ള പഠനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്, അതിനുള്ള അനുമതിയാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് എന്ന് മാത്രമേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുള്ളൂ. ഇവിടെ നമുക്ക് കാണാൻ പറ്റും 5+3+3+4 എന്ന് പറയുന്ന ആ ഒരു സ്ട്രക്ചറിലാണ് നമ്മളുടെ ഈ കോഴ്സുകൾ വരാൻ പോകുന്നത്. ഇത് നിങ്ങൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പരിശോധിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് NEPയിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ, ഇനി അങ്ങോട്ട് ആദ്യത്തെ 5 വർഷം ഫൗണ്ടേഷൻ സ്റ്റേജ്, പിന്നീട് 3 വർഷം പ്രിപ്പറേറ്ററി സ്റ്റേജ്, പിന്നീട് 3 വർഷം മിഡിൽ സ്റ്റേജ്, അതുപോലെ പിന്നെയുള്ള 4 വർഷം സെക്കൻഡറി സ്റ്റേജ് എന്നുള്ള രീതിയിലായിരിക്കും പോവുക. അപ്പൊ ഇതിനെ കാണിക്കാനായിട്ടാണ് ഈ +2 കഴിഞ്ഞിട്ടുള്ള ഈ ഒരു കോഴ്സിനകത്തും നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും 4 വർഷം DED എന്ന് പറയുന്ന പരിശീലന കോഴ്സുകളൊക്കെ മാറ്റിയിട്ട് ഇവിടെ കാണാം. ആ വാർത്തയിലെ ഒരു പോർഷനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 4 വർഷം B.Edൽ ഫൗണ്ടേഷൻ, പ്രിപ്പറേറ്ററി, മിഡിൽ, സെക്കൻഡറി എന്നിങ്ങനെ 4 സ്പെഷ്യലൈസേഷനുകൾ വരും. ഇതിൽ ഏത് സ്പെഷ്യലൈസേഷൻ ആണോ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്, ഫൗണ്ടേഷൻ സ്റ്റേജ് ആണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് പ്രീ പ്രൈമറി തൊട്ടിട്ട് 3-ാം ക്ലാസ് വരെ പഠിപ്പിക്കാനുള്ള യോഗ്യതയായിട്ട് അത് മാറും.
ദെൻ 3 മുതൽ 5 വരെ ഉള്ളത് പ്രിപ്പറേറ്ററി സ്റ്റേജിലുള്ള ക്വാളിഫിക്കേഷൻ ആവും. അതിനുശേഷം 3, 4, 5, 6 ക്ലാസ്സുകൾ പഠിപ്പിക്കാനായിട്ടാണ് പ്രിപ്പറേറ്ററി സ്റ്റേജ് എന്നുള്ളത് കിട്ടുക. ദെൻ അതിനുശേഷം നമുക്ക് 6, 7, 8 3, 4, 5 കഴിഞ്ഞിട്ട് 6, 7, 8 ക്ലാസ്സുകളിലേക്ക് മിഡിൽ സ്റ്റേജും ദെൻ 9, 10 +1 +2 കാലഘട്ടത്തിലേക്ക് സെക്കൻഡറി സ്റ്റേജിലേക്കുള്ള കാര്യങ്ങളാണ് പഠിക്കുക. അപ്പോൾ ഒറ്റ കോഴ്സിൽ തന്നെ നിങ്ങൾ ഏത് സ്പെഷ്യലൈസേഷൻ എടുക്കാനും പറ്റും. നിങ്ങൾക്ക് ഏത് മേഖലയിലാണ് പഠിപ്പിക്കേണ്ടത്, ഏത് ലെവലിലാണ് പഠിപ്പിക്കേണ്ടത്, ആ ലെവലിൽ പ്രൊഫഷണൽസ് ആയിട്ട് പുറത്തേക്ക് വരാനുള്ള അവസരം തരും എന്നുള്ളതാണ് ഇതിനകത്തുനിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുക. ഇനി ഇതിന് ശേഷം പഠനം പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഇതിന്റെ PG എടുക്കാൻ പറ്റും. M.Edനും M.Comനും ഒക്കെ ചേരാനുള്ള ഓപ്ഷൻസ് അവിടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇത് ഓൾറെഡി റണ്ണിങ് ആണ് എന്ന് മനസ്സിലാക്കണം. 2030 ഇത് മാത്രമായിട്ട് മാറും. അതിനു മുമ്പ് കേരളവും ഇത് ആരംഭിക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പൊ പലർക്കും ഉള്ളൊരു ഡൗട്ട് ഇതല്ലേ, DED കോഴ്സ് ചെയ്തവർക്കാണ് ഏറ്റവും കൂടുതൽ ഡൗട്ട്. എങ്ങനെ DED കോഴ്സ് ചെയ്തവർക്ക് ഇതിന്റെ അവസരം നഷ്ടപ്പെടുമോ? ഇതും ഇതിനു മുമ്പ് ഈ ചാനലിൽ ഞാൻ വിശദീകരിച്ചിട്ടുള്ളതാണ്. അതായത് ഇനി വരുന്ന LPUP എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഉള്ള DEDകാരുടെ അവസാനത്തെ അവസരമായിരിക്കും. ഇനി അങ്ങോട്ട് ഇത് മാറിയിട്ട് ഈ ഇന്റഗ്രേറ്റഡ് കോഴ്സ് ചെയ്തവർക്ക് മാത്രമായിരിക്കും, അല്ലെങ്കിൽ ഡിഗ്രി ഉള്ളവർക്ക് മാത്രമായിരിക്കും ഈ രീതിയിൽ സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റുക. അപ്പം നിലവിലെ DED എന്ന് പറയുന്നത് ഇനി വരുന്ന കുറച്ച് വർഷങ്ങൾ കൂടി അതിന് വാല്യൂ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് 2030 വരെ അതിനുള്ള അവസരം കിട്ടും. അതിനുശേഷം ഒരുപക്ഷെ ഈ കോഴ്സിന്റെ വാല്യൂ ഇല്ലാതാവാം. അതിന് മുമ്പ് ജോലിയിൽ പ്രവേശിച്ചാലാണ് നിങ്ങൾക്ക് ഇതിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ളതാണ് ഇതിൽ നിന്ന് ഇപ്പം മനസ്സിലാക്കാൻ പറ്റുക. ഇത് പിന്നീട് കാലതാമസം വരുമോ, നീണ്ടു പോവോ, റൂൾസ് വേറെ മാറുമോ എന്നൊന്നും നമുക്കറിയില്ല. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന പ്രകാരം അങ്ങനെ തന്നെയാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇത് കംപ്ലീറ്റ് 4 വർഷം ഫിനിഷ് ചെയ്യണ്ട എന്നൊരു ഓപ്ഷൻ എടുക്കുന്നവർക്ക് വെറും ഡിഗ്രി മാത്രമായിട്ട് തിരിച്ചു വരാൻ പറ്റും. കാരണം +2 കഴിയുമ്പോൾ ഒരാൾക്ക് തീവ്രമായിട്ട് ടീച്ചറാണെന്നും ആഗ്രഹം ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. മറ്റുള്ളവർ പറഞ്ഞിട്ടായിരിക്കും പോകുന്നത്. 3-ാം വർഷമാണ് അവന് മനസ്സിലാകുന്നത് എനിക്ക് വേറെ മേഖലയാണ് പറ്റുന്നത് തിരിച്ചറിയണം. അവർക്ക് ആ മേഖലയിലേക്ക് തിരിഞ്ഞു പോകാനുള്ള ഓപ്ഷൻസ് ഒക്കെ കിട്ടും. പിന്നെ ഇപ്പോഴത്തെ രീതി മാറിയിട്ട് നമ്മൾ എന്തോരം വർഷം, ഇപ്പം ഞാനൊക്കെ ഒരുപാട് വർഷം 3 വർഷം ഡിഗ്രി, 2 വർഷം PG, 2 വർഷം B.Ed, 2 വർഷം M.Ed, പിന്നെ അതിന്റെ നെറ്റ് ഇതെല്ലാം എടുത്തിട്ടാണ് നമ്മളെല്ലാം ഇറങ്ങിയിട്ടുള്ളത്. എത്ര വർഷത്തെ എഫോർട്ട് ഉണ്ട് അല്ലേ? അതിന് പകരം 4 വർഷം കൊണ്ട് ഡിഗ്രി + B.Ed അത് കഴിഞ്ഞ് കിട്ടും എന്നുള്ളതാണ്. അതിന്റെ PG പിന്നീട് എടുക്കാനുള്ള ഓപ്ഷൻ വരികയും ചെയ്യും എന്നുള്ളതാണ് അവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ B.Edന്റെ ഇപ്പോൾ എടുത്തിരിക്കുന്ന ക്വാളിഫിക്കേഷൻ ഒന്നും ഒരിക്കലും ഇല്ലാണ്ടാവുന്നൊന്നുമില്ല. B.Ed ഡിഗ്രി തന്നെയാണ്. അതിന്റെ PG M.Ed ഉള്ള ആൾക്കാരുണ്ടല്ലോ, ആ M.Ed ഉള്ള ആൾക്കാരായിരിക്കും ഈ ITEP എന്ന് പറയുന്ന സംഭവം വരുമ്പോൾ അതിനകത്ത് എഡ്യൂക്കേഷന്റെ പേപ്പർ എടുക്കേണ്ടി വരുന്നത്. അപ്പൊ അവരുടെ പ്രസൻസ് ഉറപ്പായിട്ടും ആവശ്യം വരും. പിന്നെ ITEP ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് PG സബ്ജക്റ്റിൽ PGയും M.Edഉം ഉള്ള ആളുകൾക്ക് അതിലേതെങ്കിലും ഒരു നെറ്റ് ഉണ്ടെങ്കിൽ പഠിപ്പിക്കാൻ പറ്റും. സബ്ജക്റ്റും അതുപോലെ തന്നെ എഡ്യൂക്കേഷന്റെ പേപ്പറും അവരായിരിക്കും എടുക്കേണ്ടി വരിക എന്നുള്ളതും ഇതിനകത്ത് പരാമർശിച്ചിട്ടുണ്ട്. മുമ്പോട്ട് പോകുമ്പോൾ അതിന്റെ റൂൾസ് ഒക്കെ മാറുമെന്നുള്ളൂ നമുക്കറിയില്ല. സോ കറണ്ട് ആയിട്ട് വരുന്ന എല്ലാ മാറ്റങ്ങളെ കുറിച്ച് നമുക്ക് ഇനിയും വിശദീകരിച്ചുകൊണ്ട് വീഡിയോസ് ഒക്കെ ചെയ്യാം. ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. ഇങ്ങനൊരു വാർത്ത നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എനിക്ക് അറിയേണ്ടത് നിങ്ങളുടെ കമന്റ്സ് താഴെ രേഖപ്പെടുത്തുക. ആ കമന്റ്സിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ സംശയങ്ങൾ, നിങ്ങളുടെ ആകുലതകളൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് വീണ്ടും വിശദീകരിക്കുന്ന വീഡിയോസും ലൈവ് സെഷനും ഒക്കെ ആയിട്ട് നിങ്ങളിലേക്ക് വരാവുന്നതാണ്. മാറ്റങ്ങളെല്ലാം അപ്ഡേറ്റ് ആയിട്ട് എൻട്രിയുടെ ടീച്ചിങ് യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. സോ ഈ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കറണ്ട് ടീച്ചിങ് മേഖലയിൽ നടക്കുന്ന എല്ലാ അപ്ഡേഷൻസും ഇവിടെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു പേടിയും വേണ്ട. ഇത് കാലത്തിനനുസരിച്ചുള്ള മാറ്റം, അത് കേരളവും അതിനനുസരിച്ച് അപ്ഡേറ്റ് ആവുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റം തന്നെയാണ്. ഇനി നിങ്ങളുടെ സംശയങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നു. വീണ്ടും കാണാം. നന്ദി.